നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ഫെബ്രുവരി 15 ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യകാൽ ഭാഗം. ജീവിതത്തിൽ നിർണായകമായ ചില മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന ദിവസമാണിത്. തൊഴിൽ അന്വേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ വന്നു ചേരും. സ്വന്തം കഴിവുകൾക്കും യോഗ്യതകൾക്കും അനുസൃതമായ മികച്ച ജോലി ലഭിക്കാൻ സാധ്യത കാണുന്നു. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. ആരോഗ്യകാര്യങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തണം. ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, ചുമ, പനി എന്നിവ വരാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നത് നിയമപരമായ നടപടികൾക്കോ സർക്കാർ തലത്തിലുള്ള പ്രശ്നങ്ങൾക്കോ കാരണമായേക്കാം. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. കുടുംബത്തിൽ സംയമനം പാലിക്കേണ്ട ദിവസമാണിത്. ജീവിത പങ്കാളിയുമായോ മക്കളുമായോ ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വലിയ കലഹങ്ങളിലേക്ക് നീങ്ങാൻ ഇടയുണ്ട്. പരസ്പരമുള്ള കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കി ബന്ധങ്ങൾ സംരക്ഷിക്കാൻ ശ്രദ്ധിക്കണം. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. ബന്ധുജനങ്ങളുടെ പൂർണ്ണ പിന്തുണയും സഹകരണവും എല്ലാ കാര്യങ്ങളും പ്രതീക്ഷിക്കാം. വളരെ കാലമായി കാണാതിരുന്ന പ്രിയപ്പെട്ട ബന്ധുക്കളെ കണ്ടുമുട്ടാനും അവരോടൊപ്പം സന്തോഷകരമായ സമയം ചെലവഴിക്കാനും ഇന്ന് അവസരം ലഭിക്കും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടാനും അവരോടൊപ്പം വേദി പങ്കിടാനും സാധിക്കും. വിലമതിക്കാനാവാത്ത സമ്മാനങ്ങളോ പാരിതോഷികങ്ങളോ ലഭിക്കാൻ സാഹചര്യമുണ്ട്. സ്ഥാനപ്രാപ്തി, ധനനേട്ടം, പുതിയ ആഭരണങ്ങളുടെ ലബ്ധി എന്നിവയും ഈ ദിവസം വാഗ്ദാനം ചെയ്യുന്നു. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. സഹപ്രവർത്തകരുമായി അനാവശ്യമായ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ഇത് സ്വന്തം നിലനിൽപ്പിനെ തന്നെ ബാധിച്ചേക്കാം. ജോലിഭാരം വർദ്ധിക്കുന്ന രീതിയിലുള്ള സ്ഥലമാറ്റമോ മറ്റു തൊഴിൽ ക്ലേശങ്ങളോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. സ്വത്ത് സംബന്ധമായ കേസുകളിൽ തിരിച്ചടികൾ നേരിടേണ്ടി വന്നേക്കാം. കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യമുണ്ടാകും. ഉറക്കക്കുറവ്, ഭക്ഷണ സുഖക്കുറവ് എന്നിവയും ചെയ്യുന്ന കാര്യങ്ങളിൽ തടസ്സങ്ങളും അനുഭവപ്പെടാൻ ഇടയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. സൗഹൃദങ്ങൾ പുതുക്കാനും ഉല്ലാസയാത്രകൾ പോകാനുമുള്ള അവസരങ്ങൾ വന്നുചേരും. സ്ത്രീകളിൽ നിന്ന് സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. അപ്രതീക്ഷിതമായ ധനലാഭവും പുതിയ അലങ്കാര വസ്തുക്കളുടെ ശേഖരവും ഇന്ന് മനസ്സിന് സന്തോഷം നൽകും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. അനാവശ്യ ചിന്തകൾ മനസ്സിനെ അസ്വസ്ഥമാക്കാൻ ഇടയുണ്ട്. ശാരീരികമായ ബുദ്ധിമുട്ടുകളും പ്രവർത്തന തടസ്സങ്ങളും അലച്ചിലും അനുഭവപ്പെട്ടേക്കാം. ഭാഗ്യക്കുറവ് തോന്നുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ഈശ്വര പ്രാർത്ഥനയോടെ മുന്നോട്ട് നീങ്ങുക. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. രോഗാതി ദുരിതങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുകയും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുകയും ചെയ്യും. സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനും അംഗീകാരം നേടാനും അവസരം ഉണ്ടാകും. ദാമ്പത്യ ഐക്യം, തൊഴിൽ വിജയം, ധനനേട്ടം എന്നിവ ഇന്ന് ലഭിക്കും. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. മാനസികാരോഗ്യം ശ്രദ്ധിക്കേണ്ട ദിവസമാണിത്. അറിയാതെ പോലും ചതിക്കുഴികളിൽ വീഴാതെ ജാഗ്രത പുലർത്തണം. കേസ് വഴക്കുകളോ മറ്റ് നിയമപരമായ പ്രശ്നങ്ങളോ നേരിടാൻ സാധ്യതയുള്ളതിനാൽ എല്ലാ ഇടപാടുകളിലും അതീവ കരുതലോടെ ഇരിക്കുക. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. സാഹിത്യം, കല അല്ലെങ്കിൽ സാങ്കേതിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും പേരും ലഭിക്കുന്ന ദിവസമാണിത്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിലും പരീക്ഷകളിലും മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.